നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് കൊല്ലം ജില്ലയിൽ കുണ്ടറയിലാണ്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 25 പരം വർഷമായി ആയുർവേദ ചികിത്സാ രംഗത്ത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ സേവനം പോയിട്ടുണ്ട്. ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് ഒരു പൊതുജീവനം സമ്മാനിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറും അതുപോലെ തന്നെ ഒരു ആയുർവേദ സ്ഥാപനമുണ്ട് കൊല്ലം ജില്ലയിൽ കുണ്ടറയിൽ. ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് ജേക്കബ്സ് ആയുർവേദിക് പഞ്ചകർമ്മ ഹോസ്പിറ്റൽ. ഈ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറും പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറും കൂടിയായിട്ടുള്ള ശ്രീ ജേക്കബ് കുര്യൻ സാറാണ് ഇതിന്റെ ഇന്നത്തെ അതിഥി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ആയുർവേദ യാത്ര ഒരു കഥ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സെന്ററിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ആയുർവേദ ജീവിതവും ഒക്കെ അല്പസമയം പങ്കുവെക്കാൻ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമ്മളോട് ചെലവഴിക്കാൻ ഒരു അല്പസമയം നല്ല മനസ്സ് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യം തന്നെ അതിനൊരു നന്ദി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. ലോകത്തിന്റെ എല്ലാ മേഖലയിലുള്ള വിരുന്നിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ജേക്കബ് കുര്യൻ സാറിന്റെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. വളരെയധികം സന്തോഷം. കാരണം ആയുർവേദം നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവന വളരെ വലുതാണ്. ആയുർവേദത്തിലൂടെ പുനർജീവിതം കിട്ടിയ ഒരുപാട് യുവത്വങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ പ്രഭാവങ്ങളിലുണ്ട്. താങ്കൾ ഈ ആയുർവേദം കൊണ്ട് ലോകത്തിന്റെ പ്രഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. താങ്കളുടെ ഒരു ആയുർവേദ ജീവിതം തന്നെ ഒരു വലിയൊരു സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും താങ്കളുടെ തുടക്കം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിനെ നമുക്ക് ചോദിച്ചു തുടങ്ങാം. എങ്ങനെയായിരുന്നു താങ്കളുടെ ആയുർവേദ ലൈഫിലേക്കുള്ള ഒരു യാത്ര? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജേക്കബ് കുര്യൻ. ഞാൻ ജനിച്ചു വളർന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ്, നാട്ടിലല്ല. ആയുർവേദം പഠിച്ച് ഞാൻ ട്രിവാൻഡ്രം ആയുർവേദ കോളേജിലാണ് പാസ് ഔട്ടായ. 1999 പാസ് ഔട്ടായ. പിന്നെ എന്റെ ഇതിലോട്ട് വരാനൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ഫിസിക്കൽ ഹെൽത്ത് തന്നെയായിരുന്നു. 11ാമത്തെ വയസ്സിൽ എനിക്ക് റൊമാറ്റിക് ഫീവർ ആയിട്ട് ഡയഗ്നോസ് ചെയ്തു. പിന്നെ അതിന്റെ തുടർച്ചയായി പെൻസിലിൻ പെനിക്യൂർ ഇഞ്ചക്ഷൻ എടുക്കുകയായി. അത് ഒരു വർഷത്തോളം എടുത്തു. പിന്നെ സെക്കൻഡ് അറ്റാക്ക് എന്റെ 17ാമത്തെ വയസ്സിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ബാൻഡായിരുന്നു കുഞ്ഞിലെ. കാരണം ഇത് അറിയാമല്ലോ, ഇതിപ്പം ഇറ്റ് ലിക്സ് യുവർ നീ ജോയിന്റ് ബൈറ്റ്സ് യുവർ ഹാർട്ട് എന്നാണ് പറയുന്നത്. ഇപ്പം കാർഡിയാക് മസിൽസിനെ പതുക്കെ ഇത് ശോഷിപ്പിച്ച് വീക്കാക്കി അങ്ങനെ നമ്മൾ കൊളാപ്സ് ആവുക. അപ്പം ആൻഡമാൻസിൽ എന്റെ പ്രായം ലെസ് ദാൻ 40 എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് നമ്മളെ നോക്കിയ ഡോക്ടർ വിധി എഴുതിയതാ. അങ്ങനെ പിന്നെ ആയുർവേദത്തിൽ വന്ന് യോഗ ആയുർവേദം ഒരുമിച്ച് തന്നെ കൊണ്ടുപോയി. പിന്നെ എനിക്ക് താല്പര്യം വന്നു ആയുർവേദം ചെയ്യാമെന്ന്. അങ്ങനെ പിന്നെ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നമുക്ക് ഇങ്ങനെ വന്നു പഠിച്ചു. 5.5 വർഷത്തെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് വേണ്ടി തന്നെ നമ്മൾ സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ സാർമാരൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇതിൽ നല്ല വിശ്വാസത്തോടെ തന്നെ നമ്മൾ മുമ്പോട്ട് പോവാം. ഇന്ന് നമ്മൾ വീണ്ടും ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഇട്ട് കൊല്ലം ജില്ലയിൽ തന്നെ നമ്മൾ നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾ ഈ നല്ല സർവീസ് കൊടുക്കുന്നു. ആയുർവേദത്തിന്റെ ഒത്തന്റിക് ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഒരു കലർപ്പും ഒരു അഡൾട്രേഷൻ ഇല്ലാതെ നമ്മൾ ശുദ്ധ ആയുർവേദ എന്ന രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. സാറിന്റെ ആയുർവേദ യാത്ര കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കുണ്ടറയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. താങ്കളെ കുറിച്ച് മനസ്സിലാക്കിയതിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പല ലോകമറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് വരെ താങ്കളുടെ ക്ലൈന്റ് അല്ലെങ്കിൽ താങ്കളുടെ പേഷ്യൻസ് ആയിട്ടുണ്ട്. താങ്കളുടെ ഈ ആയുർവേദ ചികിത്സാ യാത്ര എവിടെയൊക്കെയാണ് ലഭ്യമാകുന്നത്? അല്ലെങ്കിൽ താങ്കളുടെ ആ ഒരു യാത്ര ഏതൊക്കെ രാജ്യങ്ങളിലൂടെയായിരുന്നു താങ്കളുടെ ഈ സർവീസ് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്?
അപ്പം എൻ്റെ യാത്ര തുടങ്ങിയെന്ന് പറഞ്ഞാൽ പഠിച്ച് ഇറങ്ങിയ 1999 തിരുവനന്തപുരം കോളേജിൽ നിന്ന്. അങ്ങനെ എൻ്റെ ജനനം ഇവിടെ അല്ല, ആൻഡമാൻസിലായിരുന്നു. അതുകൊണ്ട് മാത്രം എൻ്റെ ഇംഗ്ലീഷും ഹിന്ദിയും സ്ട്രോങ് ആയതിൻ്റെ പേരിൽ എനിക്ക് ആദ്യം ജോലി കിട്ടുന്നത് ചണ്ഡീഗഡിലെ ശാന്തിഗിരിയുടെ ആശ്രമത്തിൻ്റെ തന്നെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു. അപ്പം ചണ്ഡീഗഡിൽ ഞാൻ 3 വർഷം ഞാൻ വർക്ക് ചെയ്തു. പിന്നെ അവിടെ വർക്ക് ചെയ്തപ്പം അത് ഹോസ്പിറ്റൽ ബേസ് ആയിരുന്നു. അങ്ങനെ ജൂനിയർ ഡോക്ടറായിട്ട് തുടങ്ങി. പിന്നെ നമ്മളവിടെ സീനിയർ ഡോക്ടറായിട്ട് 3 വർഷം കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് വന്നു. പിന്നെ എനിക്കൊരു സ്പാ ഫീൽഡിലോട്ട് പോകണമെന്ന് ഒരു ചെറിയൊരു ആഗ്രഹം. അങ്ങനെ എനിക്ക് ജോലി ഇങ്ങോട്ട് കിട്ടി. അത് നീംലാണ ഫുഡ് പാലസ് ആണ്, രാജസ്ഥാനിൽ. അവർ ഇന്ന് ഒരു 24 ഹോട്ടൽസ് പല സ്റ്റേറ്റിലുണ്ട് നീംലാണ ഫുഡ് പാലസ്. അപ്പോൾ അതിൽ ഞാൻ സ്പാ മാനേജറും ആയുർവേദ ഫിസിഷ്യനും കം യോഗ ഇൻസ്ട്രക്ടർ എന്ന പദവിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. 3 വർഷം ഞാൻ വർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് എനിക്ക് പോർച്ചുഗലിലോട്ട് എനിക്ക് വർക്കിംഗ് വിസയിൽ ഒരു ജോലി കിട്ടി. അതും ഈ പറഞ്ഞ ഒരു സ്പാ മേഖലയിലായിരുന്നു. അപ്പം അവിടെ ആയുർവേദം ഒന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ പോയിട്ടായിരുന്നു ആയുർവേദം മൊത്തം കൊണ്ടുപോയി. നാട്ടിൽ നിന്ന് തന്നെ എല്ലാം നമ്മൾ കൊണ്ടുപോയി അവിടെ ഫ്രം സ്ക്രാച്ച് നമ്മൾ തുടങ്ങി. പിന്നെ 10 വർഷം അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് കുറേ സെലിബ്രിറ്റീസിനെ കാണാനും പരിചയപ്പെടാനും ട്രീറ്റ് ചെയ്യാനും നമുക്ക് അവസരം കിട്ടി. പിന്നെ അവിടെ ജോലി ചെയ്തപ്പം ഈ ആയുർവേദം ഒരു പുതിയൊരു ഓൾട്ടർനേറ്റീവ് തെറപ്പി എന്ന രീതിയിലാണ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. മെയിൻ സ്ട്രീം മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ 10 വർഷം ഞാൻ പോർച്ചുഗലിൽ വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ 8-9 വർഷത്തോളം ഞാൻ UK പ്രാക്ടീസ് ചെയ്തു. ഇപ്പം വിസിറ്റിംഗ് കൺസൾട്ടൻ്റ് ആണ് UK. എൻ്റെ സ്വന്തം പേഷ്യൻസ് ഉണ്ട് അവിടെ. അപ്പം ഞാൻ വർഷത്തിൽ 2 തവണ ഞാൻ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മൾ മതിയാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ കുണ്ട്രയിൽ, കൊല്ലം ജില്ലയിൽ ഞാൻ എൻ്റെ ആശുപത്രി ഇട്ട് അത് നമ്മൾ ആശുപത്രിയായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവാണ്. കാരണം ഇതിലൊരു ചാരിറ്റിയും ഇൻവോൾവ് ആണ്. ഇതെൻ്റെ ഒരു ജീവിതാഭിലാഷം തന്നെയായിരുന്നു. ഇത് ഈ ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം. പിന്നെ ഹോസ്പിറ്റലായിട്ടല്ല ഞാൻ തുടങ്ങി. നമ്മുടെ കുണ്ട്ര പഞ്ചായത്ത് രജിസ്റ്റേഡ് ആയത് ക്ലിനിക്കായിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ ചെറിയ രീതി എൻ്റെ ഒരു സെമി റിട്ടയർമെൻറ്റ് എന്ന രീതിയിൽ ക്ലിനിക്കായിട്ട് തുടങ്ങി. പക്ഷെ അത് നല്ല റെസ്പോൺസിബിലിറ്റി, പിന്നെ നല്ല സ്റ്റാഫിൻ്റെ സപ്പോർട്ടും കിട്ടി. 2 സ്റ്റാഫിൽ തുടങ്ങി. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലായിട്ട് രജിസ്റ്റർ ചെയ്തു. IP ഉണ്ട്. നമ്മളിന്ന് 16 സ്റ്റാഫായിട്ട്, എന്നെ ഉൾപ്പെടെ 16 സ്റ്റാഫായിട്ട് മുമ്പോട്ട് പോകുന്നു. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജേക്കബ്സ് ആയുർവേദിക് ആൻഡ് പഞ്ചകർമ്മ ഹോസ്പിറ്റൽ നമ്മുടെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാറിന്റെ ഒരു കൂട്ടം പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ഹോസ്പിറ്റൽ. താങ്കൾ ആദ്യം പറയുന്നത് 16ഓളം വരുന്ന സ്റ്റാഫുകളുടെ ഒരു കൂട്ടായ അല്ലെങ്കിൽ ഒരു കുടുംബ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു ഹോസ്പിറ്റലിന്റെ വിജയം. നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളുടെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കാണ് താങ്കൾ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീം ഓഫ് ഡോക്ടർ നമ്മളുടെ പേഷ്യൻസിന് അവർ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇവിടെ കൂടുതലും വരുന്ന ബാക്ക് പെയിൻ, സെർവൈക്കൽ പെയിൻ, പിന്നെ റുമാറ്റിസം, ആർത്രൈറ്റിസ് ബാധിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. പിന്നെ പ്രസവരക്ഷയുടെ എല്ലാ ട്രീറ്റ്മെന്റ് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെ മുട്ടുവേദന, അങ്ങനെ പല വാദസംബന്ധമായിട്ടുള്ള പല കേസുകൾ നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിന്റെ ഒരു മേഖല എടുക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് സെഷൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചികിത്സ തേടിയെത്തുന്നത് ആയുർവേദത്തിലേക്കാണ് ജനങ്ങൾ. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ലിസ്റ്റിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊരു തരത്തിലുള്ള ചികിത്സയാണ് കൊടുക്കുന്നത്? ഇപ്പൊ നമുക്ക് ഇവിടെ IP ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ OP ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ IP സെക്ഷൻ ഉണ്ട്. അപ്പൊ IP ആയിട്ട് നമ്മൾ ഒരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ യോഗയിലാണ് തുടങ്ങുന്നത്. യോഗ ഒരു വലിയ ഘടകം തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ ഓരോരുത്തരുടെ ലൈഫിൽ അത് നമ്മൾ മസ്റ്റായിട്ട് അത് 15-20 മിനിറ്റ്സ് യോഗ നമ്മൾ മസ്റ്റായിട്ട് എല്ലാവരും ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തന്നെ ഒരു വലിയൊരു ഉദാഹരണം യോഗയും ആയുർവേദം ഒരുമിച്ച് കൊണ്ടുപോയത് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ ഒരു 15-20 മിനിറ്റ്സ് യോഗ രാവിലെ ചെയ്തിരിക്കണം. ഇപ്പം യോഗ ക്ലാസ്സിന് പോകണമെന്നില്ല, നമുക്കറിയാവുന്ന എക്സസൈസ് വീട്ടിൽ തന്നെ നമ്മൾ ഒരു യോഗ മാറ്റ് ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്യുക.
എന്നിട്ട് പിന്നെ നമ്മൾ ഈ കുറച്ച് ഹെർബൽ കോംപ്ലിമെന്ററി പ്രാക്ടീസ് നമ്മൾ ആയുർവേദമായാലും കുറച്ച് ചെയ്തു പോയാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ നമുക്ക് സ്വാസ്ഥ്യം നമുക്ക് ഇത് പിടിച്ചെടുക്കാം. ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലൂടെ ആയുർവേദവുമായിട്ട് യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് താങ്കൾ. ഇപ്പോൾ സാധാരണ നമ്മുടെ മലയാളികളുടെ അവരുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് തന്നെയാണോ ഈ ആയുർവേദത്തിലൂടെ തന്നെ മറ്റുള്ള കൺട്രീസിലുള്ള അവിടുത്തെ പൗരന്മാർക്ക് താങ്കൾ കൊടുക്കുന്നത്? അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വ്യത്യാസങ്ങളുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വർഷത്തിൽ 2 തവണ ഞാൻ UK പോകുന്നുണ്ട്. അതൊരു 5 മാസം ഇവിടെ, 1 മാസം UK എന്നൊരു കണക്കിൽ. UK ഞാൻ ബർമിംഗം, കോവൻട്രി, ലെമിംഗ്ടൺ, സ്പാ ഈ 3 ഏരിയ ഞാൻ കൂടുതൽ കവർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എൻ്റെ നിലവിലുള്ള പേഷ്യൻസ് ഞാൻ കൂടുതൽ മെഡിസിൻ കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ കാരോപ്രാക്ടീസും, പിന്നെ അവിടുത്തെ ഒരു ഡാംപ് വെതറാണ്, തണുപ്പും അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽസും നമ്മുടെ ബോൺസ് എല്ലാം തന്നെ ഒരു ഡീജനറേറ്റീവ് മോഡിലോട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് അവിടെ കണ്ടുവരുന്നത്. അപ്പൊ അതിന് നമ്മൾ മെയിനായിട്ട് മരുന്ന് കൊടുക്കുന്നു. മരുന്നെല്ലാം ഇവിടെ നിന്ന് അവിടെ കൺസൾട്ടേഷൻ ചെയ്യുന്നു, പിന്നെ നാട്ടിൽ നിന്ന് കയറ്റി അയക്കുന്നു. ആ ഒരു രീതിയിലാണ് ഇപ്പം പോകുന്നത്. അവിടെ കിട്ടാത്തതിൻ്റെ അല്ല, പക്ഷെ അവിടെ കോസ്റ്റ് ഭയങ്കരമാണ്. നമ്മൾ ഇവിടുന്ന് ഒരു മരുന്ന് വാങ്ങിക്കുന്നതും അവിടെ നിന്ന് വാങ്ങിക്കുന്ന ആ വില വ്യത്യാസം ഭയങ്കര തന്നെയാണ്. പിന്നെ ആയുർവേദം, ശുദ്ധമായ ആയുർവേദം അറിയാവുന്ന ആൾക്കാർക്ക് അതിന്റെ വ്യത്യാസം, വിലയുടെ വ്യത്യാസം ഇവിടെയും അവിടെ അറിയാവുന്നുണ്ട്. അവർ പിന്നെ എന്നെ പ്രിഫർ ചെയ്യുന്നു. പിന്നെ ഞാൻ വർഷത്തിൽ 2 തവണ പോകുമ്പോൾ എന്റെ സേവനം അവിടെ അനുഷ്ഠിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് താങ്കളുടെ ഓരോ വാക്കുകളും വളരെ വിലപ്പെട്ടതാണ്. ഈ അവസരത്തിൽ നമ്മുടെ പ്രോഗ്രാം കാണുന്ന കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്ന സുഹൃത്തുക്കളോട് താങ്കൾ കൊടുക്കണം. കാരണം താങ്കൾ പല മേഖലകളിൽ ഇപ്പോൾ താങ്കൾ സേവനമനുഷ്ഠിക്കുന്ന നാട്ടിലൊക്കെ മലയാളികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പല ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അവരുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ആയുർവേദത്തെ എങ്ങനെ നമുക്ക് അത് പ്രയോജനപ്പെടുത്താൻ, നമ്മുടെ ശരീരത്തിന് ഏതുമാത്രം രീതിയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ഈ മുന്നോട്ടുള്ള പോക്കിന് ആയുർവേദം എത്രമാത്രം ഉപകാരപ്പെടുമെന്ന് താങ്കളുടെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. അപ്പം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ സംക്ഷിപ്തമായി നമ്മൾ പറയുകയാണെങ്കിൽ അതിലെല്ലാം ഉണ്ട്. നമ്മുടെ ഡെയിലി എക്സസൈസ് ആണ് അതിൽ മുൻപന്തി തന്നെ വരുന്നത്. നമ്മൾ രാവിലത്തെ എക്സസൈസ്, ഇപ്പൊ ഡയബറ്റീസ് ആയാലും നമ്മൾ പറയുന്നത് മോർണിംഗ് വാക്കിംഗ് അല്ല പറയുന്നത്, മോർണിംഗ് വാക്കാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പൊ മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ മോർണിംഗ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിന്റെ അതിന്റെ വേറെ ഒരു ലെവലിലുള്ള നമുക്ക് അതിന്റെ ഗുണം തന്നെയാണ് അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് തരുന്നത്. ഇപ്പൊ മെയിനായിട്ട് നമ്മൾ യോഗ എടുക്കുക. യോഗ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്ട്രെച്ചസ് നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് ചെയ്യാം. നമ്മൾ യോഗ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ബോഡി ഫ്ലെക്സിബിലിറ്റി. അല്ല, നമ്മൾ യോഗ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന എത്ര സ്ട്രെച്ച് ചെയ്യാവോ അത് ചെയ്യുക. അത് നമ്മൾ ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ ശരീരം ഫ്ലെക്സിബിലിറ്റിയിലോട്ട് വരുന്നത്. അപ്പൊ നമ്മളൊരു 10-15 മിനിറ്റ് ഒരു എക്സസൈസ് എടുക്കുക, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 മാക്സിമം 3 എക്സസൈസ് എടുത്തിട്ട് നമ്മൾ അതിനെ മാസ്റ്റർ ചെയ്യാൻ പഠിക്കുക. ദാറ്റ് ഇസ് വാട്ട് ഇസ് യോഗ. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു യോഗ പഠിച്ച്. പിന്നെ നമ്മൾ ബാക്കി എല്ലാ പൊസിഷൻസും നമ്മൾ പതുക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ശരീരം വഴക്കം, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ പതുക്കെ കൊണ്ടുവരും. അത് നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവരിക. അത് മോർണിംഗ് തന്നെ നമ്മൾ 10-15 മിനിറ്റ്സ് നമ്മൾ ചെയ്യുക. പിന്നെ ആയുർവേദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കിച്ചണിലുള്ള ആയുർവേദം നമ്മൾ ആ രീതി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒത്തിരി നമുക്ക് ഡിക്കോക്ഷൻ എല്ലാം നമുക്ക് ഉണ്ടാക്കി നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം, നമ്മളും കഴിക്കാം. പിന്നെ ഈ നമ്മുടെ സ്ഥാപനങ്ങളായ കേരളത്തിൽ പല സ്ഥലത്തും ഇതുണ്ട്, പുറത്തുമുണ്ട്. പിന്നെ പുറത്തുള്ള ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്. ആ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, പ്രാണായാമം, യോഗ, ഇത് രണ്ടും സ്ട്രെസ്സും ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവാണ്. പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ രാവിലെ ഇപ്പം IP ആയിട്ട് പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ രാവിലെ ഒരു യോഗ സെഷനിലാണ് നമ്മൾ ദിവസം തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ ഡയറ്റും മെഡിസിനും പിന്നെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. അവർ ഡേ മൊത്തം അങ്ങനെ ബിസി ആയി പോകുന്നു. പിന്നെ എനിക്ക് നല്ലൊരു ടീം ഇവിടെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയവും ആ ഒരു സ്ഥാപനത്തിന്റെ അവരുടെ ആ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നവരുടെ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ആത്മാർത്ഥമായ സേവനം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. താങ്കളുടെ ഈ സ്ഥാപനത്തിന്റെ വിജയം അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു. എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? താങ്കളുടെ ഈ ഒരു ടീമിൽ എത്ര സ്റ്റാഫാണെന്നുള്ളത് അവരുടെ വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥാപനം വളരുന്നതെന്ന് പറഞ്ഞാൽ ലോയൽ സ്റ്റാഫ്സ് ഉള്ളതാണ്. ലോയൽറ്റി ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. നല്ല സ്റ്റാഫ് ഇല്ലെങ്കിൽ
നമ്മുടെ അടിസ്ഥാനം തന്നെ നമ്മുടെ ശരിയാകത്തില്ല. പിന്നെ ഞാൻ ഇത് തുടങ്ങിയത് ഒരു OP സെറ്റപ്പിലാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. അന്ന് 2 സ്റ്റാഫിലാണ് ഞാൻ തുടങ്ങുന്നത്. ഇന്ന് എൻ്റെ ഇവിടെ 4 ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മൾ 16 സ്റ്റാഫ്, എന്നെ ഉൾപ്പെടെ 16 സ്റ്റാഫ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ നല്ലൊരു ടീം വർക്ക് തന്നെയാണ്. അപ്പം ഇത്രയും ഞാൻ വളർന്നിട്ടുണ്ടെങ്കിൽ, ഈ 2 ഇയേഴ്സിൽ ഞാൻ ഇത്രയും ഒരു OP-ന്ന് നമ്മൾ IP-യിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ എൻ്റെ സ്റ്റാഫ്സിന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എൻ്റെ ആബ്സൻസിലായാലും പ്രസൻസിലായാലും അവർ ആ ഒരു ഡെഡിക്കേറ്റഡ് എഫേർട്ടാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള വിജയത്തിൻ്റെ ഒരു കാരണം. അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി താങ്കൾ ESA പോലുള്ള ഇൻഷുറൻസ് ഒക്കെ താങ്കൾ എടുക്കുകയുണ്ടായി. എന്താണ് അതിനെക്കുറിച്ച്, അങ്ങനെ ഒരു ചിന്ത വരാൻ എന്താണ് താങ്കൾക്കുണ്ടായ ഒരു പ്രചോദനം? അപ്പം അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ എൻ്റെ ഓവർസീസ് എക്സ്പീരിയൻസ് ഇതിൽ വലിയൊരു ഫാക്ടർ തന്നെയാണ്. കാരണം ഞാൻ പോർച്ചുഗലിൽ 10 വർഷവും പിന്നെ UK-യിൽ ഞാൻ 9 വർഷം ഞാൻ വർക്ക് ചെയ്ത്. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ഇച്ചിരി പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്ലോയീസിനെ നമ്മൾ വേണ്ട രീതിയിലുള്ള ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നില്ല. ഒരു സാലറി കൊടുക്കുന്നു, സാലറി കൂടുതലാകാം കുറവാകാം, അത് ഡിപ്പെൻസ് ഓൺ ദ എസ്റ്റാബ്ലിഷ്മെന്റ്. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി സ്റ്റാഫിന്റെ അവരുടെ ഒരു ക്ഷേമത്തിന് നമ്മൾ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ ആരും ആലോചിക്കുന്നില്ല. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ വന്നപ്പോഴേ ആലോചിച്ചായിരുന്നു, മനസ്സിലുണ്ടായിരുന്നു. അത് പ്രാബല്യത്തിൽ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നു. പക്ഷെ കാരണം നമുക്ക് ഇവിടുത്തെ റൂൾസും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഞാൻ ഒത്തിരി വർഷം കേരളത്തിൽ നിന്ന് മാറി നിന്ന്, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഒത്തിരി കുറവാണ് എനിക്ക്. അതെ, അപ്പം ആ രീതി ഞാൻ അന്വേഷിച്ചു. അങ്ങനെ പോയപ്പം ESI-നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എൻ്റെ 16 സ്റ്റാഫ്, ഞാൻ ഉൾപ്പെടെയാണ് 16 സ്റ്റാഫ്. അപ്പം എൻ്റെ 11 സ്റ്റാഫിന് ഞാൻ ESI ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു പ്ലസ് തന്നെയാണ്. സാലറി സെപ്പറേറ്റ്. നമ്മൾ ഒരു ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ ഒരു 10,000 to 20,000 അങ്ങനെ മാറി കിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചാൽ അത് ചെയ്യാം. കാരണം ലോയലായിട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് അത് കൊടുത്തുകൂടാ? ആ ഒരു ചിന്തയാണ് താങ്കളെ ഇതിലേക്ക് അയച്ചത്. തീർച്ചയായിട്ടും ആ ഒരു പ്രവർത്തനം, അവരുടെ വർക്കിനോടുള്ള ആത്മാർത്ഥത അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിനോടുള്ള കടപ്പാട് വളരെ വലുതാക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ വിജയം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ഡോക്ടർ ജേക്കബ് സാർ. താങ്കളുടെ ഈ ഒരു പ്രവർത്തനം, അതുപോലെ തന്നെ ഈ ഒരു ആത്മാർത്ഥതയോടെയുള്ള സ്റ്റാഫുകളുടെ ഒരു സമീപനം, ഇതൊക്കെ തന്നെ താങ്കളുടെ ഇനിയുള്ള വളർച്ചയ്ക്കും ഇതൊക്കെ തന്നെ മതിയാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. വളരെയധികം സന്തോഷം താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം നമ്മളുമായി പങ്കുവച്ചതിന്. ജേക്കബ്സ് ആയുർവേദിക് ഹോസ്പിറ്റൽ, ആയുർവേദിക് പഞ്ചകർമ്മ ഹോസ്പിറ്റൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്കളെ തേടിയെത്തുന്നവർക്ക് അതിന് റിസൾട്ട് ഇനിയും വലിയ രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ഒരിക്കൽ കൂടി താങ്കളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി, നമസ്കാരം. താങ്ക് യു.